നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വയനാട്ടിൽ മാനന്തവാടിക്കടുത്തുള്ള തൃശ്ശിലേരി എന്ന് പറയുന്ന മഹാദേവ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രം വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രാചീനമായ ക്ഷേത്രമാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട 108 ശിവക്ഷേത്രങ്ങളിൽ പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണെന്ന് പറയപ്പെടുന്ന 108 ശിവക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ഇത്. വയനാട്ടിൽ പരശുരാമൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രം ഇത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ 108 ശിവക്ഷേത്രങ്ങളിൽ പെടുന്ന ഒരു ക്ഷേത്രം വയനാട്ടിൽ ഇത് മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഇവിടെ വേറൊരു പ്രത്യേകതയും കൂടി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ സ്വയംഭൂ ആണെന്നാണ് പറയുന്നത്. സ്വയംഭൂ ആണെന്നും പറയുന്നു. അത്യപൂർവമായിട്ട് 108 ശിവക്ഷേത്രങ്ങളോടൊപ്പം ഈ ക്ഷേത്രം 108 ദുർഗാലയങ്ങളിലും പെടുന്നതാണ്. 108 ദുർഗാലയം എന്ന് പറയുമ്പം ഇവിടെ ഒരു ജലദുർഗാ പ്രതിഷ്ഠയുണ്ട്. ചുറ്റും വെള്ളം ഇങ്ങനെ ഒഴുകി വരും, നിർത്താതെ ഒരു അരുവി വരും. അരുവിക്ക് നടുവിലായിട്ടാണ് ഭഗവതിയുടെ ക്ഷേത്രം ഉള്ളത്. ആ വിഗ്രഹം കാണുമ്പോഴേ അറിയാം നമുക്ക് വളരെ പ്രാചീനമായിട്ടുള്ള വളരെ സൗന്ദര്യമുള്ള ഒരു ഭഗവതിയാണ്, ജലദുർഗയാണ്. അപ്പോൾ ജലദുർഗാ ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്, ജലദുർഗയ്ക്ക് പ്രതിഷ്ഠയുള്ളത് വളരെ കുറവാണ്. അപ്പം ജലദുർഗയായിട്ടാണ് ഇവിടെ ഭഗവതി സ്ഥിതി ചെയ്യുന്നത്. പൊതുവേ കാടിനുള്ളിൽ വളരെ ശാന്തമായ ഒരു സ്ഥലമാണ് ഇവിടെ. ഇപ്പോൾ അടുത്ത് കുറച്ച് പണികൾ നടക്കുന്നു എന്നുള്ളതല്ലാതെ വളരെ ശാന്തമായ സ്ഥലമാണ്. ഇതിന് മുകൾ ഭാഗത്തായിട്ട് ഭദ്രകാളിയും അതുപോലെ തന്നെ സർപ്പങ്ങളും ഒക്കെ ഉണ്ട്. ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, നിങ്ങൾക്ക് മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്വസ്ഥമായിട്ട് ഇന്ന് വന്നിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ അമ്പലം അടയ്ക്കും. 11-11:30 ആകുമ്പോൾ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ആരും ഉണ്ടാവില്ല. വന്ന് സ്വസ്ഥമായിട്ട് ഇവിടെ വന്നിരുന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാം. നമ്മുടെ തന്ത്ര സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള ശൈവ സമ്പ്രദായങ്ങളെ ബേസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ ഈ ക്ഷേത്രത്തിൽ ഇരുന്നാണ് പ്രിപ്പയർ ചെയ്തതും. ഭഗവാന്റെ അടുത്ത് ശിവരാത്രി വ്രതമെടുത്ത് ഇവിടെ ഇരുന്ന് ശേഷം തൊട്ടടുത്ത ദിവസം കുംഭമാസത്തിലെ അമാവാസിയായിരുന്നു. അപ്പം തൊട്ടടുത്ത ദിവസം തിരുനെല്ലി പോയി ഭഗവാനെ കണ്ടിട്ടാണ് നമ്മുടെ ശൈവതന്ത്ര വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പം ശൈവതന്ത്ര വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ഒരു നല്ലൊരു ശതമാനവും ഭഗവാന്റെ ചുറ്റുവട്ടത്തിരുന്നാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയും ചെയ്യുന്നു. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇവിടെ പാർവതീ ദേവിയെ തൊഴണമെങ്കിൽ ഭഗവാന്റെ മുന്നിൽ വന്ന് നിന്ന ശേഷം 45 ഡിഗ്രി പുറമോട്ട് തിരിഞ്ഞു വേണം ഗണപതി ഭഗവാനെയും അതുപോലെ തന്നെ പാർവതീ ദേവിയെയും തൊഴാൻ. തൃശ്ശിലേരി ക്ഷേത്രത്തിൽ നിന്നും തിരുനെല്ലിയിലേക്ക് പോകാൻ പണ്ട് ഒരു കാട്ടുവഴി ഉണ്ടായിരുന്നു ഇവിടെ. ഏകദേശം 10 കിലോമീറ്റർ ഇവിടെ നിന്ന് നടന്നാൽ തിരുനെല്ലി ക്ഷേത്രത്തിൽ എത്താമായിരുന്നു. ഇന്ന് ആ വഴിയൊന്നും ആരും ഉപയോഗിക്കുന്നില്ല. ഭഗവാന്റെ മുന്നിലിരിക്കുന്ന ഗണപതി സാന്നിധ്യം കൂടാതെ ഇവിടെ ആലിൻ്റെ ചവിട്ടിലും അതുപോലെ തന്നെ ഇവിടെ നിധി കാക്കുന്ന ഒരു ഗണപതി ഭഗവാനും ഉണ്ട്. ഗണപതി ഭഗവാനെ കൂടാതെ ഗോശാല കൃഷ്ണനും അതുപോലെ തന്നെ വനശാസ്താവും ഇവിടെ സാന്നിധ്യമുണ്ട്. ഇനി ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾ തിരുനെല്ലിയിൽ പോകുന്നവരാണെങ്കിൽ ശ്രാദ്ധം കഴിക്കാൻ പോകുന്നവരാണെങ്കിൽ, ബലിച്ചടങ്ങുകൾ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ ഭഗവാനെ വന്ന് തൊഴുതിട്ടേ പോവാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവർ ചോദിക്കും, തൃശ്ശിലേരി പോയിട്ടാണോ നിങ്ങൾ വന്നത്? തൃശ്ശിലേരി പോയിട്ടല്ല വന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിളക്കിനും കൂടി എഴുതിക്കോളാൻ പറയും. പക്ഷേ ഭഗവാൻ ഇവിടെ ഉണ്ടല്ലോ. അപ്പം തിരുനെല്ലി പോകുന്ന വഴിക്ക് തൃശ്ശിലേരി വന്ന് ഭഗവാന് വിളക്കും മാലയും നിവേദ്യവും സമർപ്പിച്ച ശേഷം വേണം തിരുനെല്ലിക്ക് പോകാൻ. എന്നാലേ ആ ശ്രാദ്ധകർമ്മം പൂർണ്ണമാവത്തുള്ളൂ, അല്ലെങ്കിൽ ആ ശ്രാദ്ധം ചെയ്തതിൻ്റെ ഫലം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ തിരുനെല്ലിയിൽ ശ്രാദ്ധം കഴിക്കാൻ വരുന്നവരെന്തായാലും ഇവിടെ വന്ന് മഹാദേവനെ തൊഴണം. മഹാദേവനെ തൊഴുത് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിച്ചുകൊണ്ട് വേണം പോവാൻ. പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, പൊതുവെ അഘോരമൂർത്തിയാണ് ഇവിടെ പ്രതിഷ്ഠ. അഘോര സ്വരൂപനായിരിക്കുന്ന മഹാദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കുറച്ച് ദേഷ്യമൊക്കെയുള്ള കൂട്ടത്തിലാണ്, കുറച്ച് മൂശാട്ടയൊക്കെയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തിരുനെല്ലി പോയി വിളക്ക് വെച്ചിട്ടങ്ങ് പോവാം എന്ന് വിചാരിക്കരുത്. നിങ്ങളിവിടെ വന്ന് ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിച്ചുകൊണ്ട് വേണം തിരുനെല്ലിക്ക് പോകാൻ. അങ്ങനെ ചെയ്താൽ 1 വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ശ്രാദ്ധം കഴിഞ്ഞ് പോയി കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉള്ളൊരു മാറ്റം അറിയാനും പറ്റും. ഇപ്പോൾ തിരുനെല്ലി
പോകുമ്പോൾ എന്തായാലും ശ്രാദ്ധം കഴിക്കാൻ പോകണമല്ലോ. അത് നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ പൂർവികരുമായിട്ടുള്ള, നമ്മുടെ പാരമ്പര്യമായിട്ടുള്ളൊരു കണക്ഷനും കൂടിയാണ്. നമ്മളത് ചില കാര്യങ്ങൾ ഓർത്തെടുക്കുകയും ചില സമർപ്പണവും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യവും കൂടിയാണ് ശ്രാദ്ധം. അപ്പോൾ ആ സമയത്ത് ഇവിടെ വന്ന് മഹാദേവനെ കണ്ട്, അഘോര സ്വരൂപനായിരിക്കുന്ന തൃശ്ശേരി മഹാദേവനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വേണം നമുക്ക് തിരുനെല്ലിക്ക് പോവാൻ. അപ്പം എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഇവിടെ വരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മളെ തൃശ്ശേരി ഭഗവാന്റെ അടുത്തു നിന്ന് തിരുനെല്ലി ഭഗവാന്റെ അടുത്തേക്ക് എത്തി. നമുക്കിനി ഇവിടുത്തെ കാര്യങ്ങൾ കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുണ്ടിക ക്ഷേത്രത്തിലാണ്. അതായത് ഗുഹയ്ക്കുള്ളിലിരിക്കുന്ന മഹാദേവനാണിത്. പാപനാശത്തിലേക്ക് പോകുന്ന വഴിയാണ്. തിരുനെല്ലി ക്ഷേത്രത്തിൽ വന്ന് അവിടെ ആദ്യം നമ്മൾ രസീത് എടുത്ത് അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബലിയിടാൻ വേണ്ടി അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ അവർ പറയും. അതിനുശേഷം നമ്മൾ പാപനാശത്തിലേക്ക് വരണം. അപ്പോൾ പാപനാശിനിയിലേക്ക് പോകുന്ന വഴിക്ക് ആണ് ഈ ഗുണ്ടിക ക്ഷേത്രമുള്ളത്. അവിടെ തൊഴുതിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പം നമ്മൾ തിരുനെല്ലി ക്ഷേത്രത്തിൽ തൊഴുത ശേഷം പാപനാശിനിയിലേക്ക് പോയി അവിടെ ആചാര്യന്മാർ പറയുന്ന രീതിയിൽ ബലിക്രിയകളൊക്കെ ചെയ്ത ശേഷം ഗുണ്ടിക ക്ഷേത്രത്തിൽ വന്ന് തൊഴുതിട്ട് വേണം ഭഗവാനെ പോയി തൊഴാനും അകത്ത് പോയി പ്രാർത്ഥിക്കാനും ഒക്കെ. അകത്ത് പോയി തൊഴുന്ന സമയത്ത് കുടുംബത്തിൻ്റെ പേര് പറഞ്ഞ് തിലഹോമവും കാര്യങ്ങളും ഒക്കെ ചെയ്താൽ ഐശ്വര്യമാവും. ഞാൻ പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വേണം. ഇവിടെ വന്ന് പാപനാശിനിയിൽ ബലി ഇടുന്ന സമയത്ത് തൃശ്ശേരി ഭഗവാനെയും കൂടെ സങ്കല്പിച്ചാണ് ഇവിടെ ആചാര്യന്മാർ പറയുന്നത്. അപ്പം പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, തൃശ്ശേരി പോയില്ലെങ്കിലും കുഴപ്പമില്ല, നേരിട്ട് തിരുനെല്ലിയിലേക്ക് പോന്നാൽ മതി, അവിടെ ചെല്ലുമ്പം തൃശ്ശേരിക്കുള്ള വിളക്കിനുള്ള പൈസ അടച്ചാൽ മാത്രം മതിയെന്ന്. അത് ഒരു എളുപ്പ വഴിയാണ്. നമ്മൾ അങ്ങനെ എപ്പോഴും ഷോർട്ട് കട്ട്, തീരെ സമയമില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഷോർട്ട് കട്ടുകൾ ആപദ്ധർമ്മമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ സമയമുണ്ടെങ്കിൽ വരുന്ന വഴിക്ക് മാനന്തവാടിക്ക് അടുത്തുള്ള തൃശ്ശേരി ഭഗവാനെയും തൊഴുത ശേഷം അവിടെ വിളക്ക് കത്തിക്കാനുള്ളത് ചെയ്ത ശേഷം വേണം, ഭഗവാൻ എന്തെങ്കിലും സമർപ്പിക്കാനുള്ളത് ചെയ്ത ശേഷം വേണം തിരുനെല്ലിയിലേക്ക് വരാൻ. ഈ തൃശ്ശേരി മഹാദേവന്റെ പുറകിലായിട്ട് കിടക്കുന്ന ഒരു കെടാവിളക്കുണ്ട്. ആ കെടാവിളക്ക് ഈ പാപനാശിനിയിൽ ബലിയിടുന്നവർക്ക് അത് സങ്കല്പിച്ചാണ് തൊഴുതെന്നാണ് പറയുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ആ വിളക്ക് അവിടെ ഇട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ഈ ക്ഷേത്രങ്ങളെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു കണക്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് ശരിക്കും പിതൃക്കൾ അനുഗ്രഹിച്ചല്ലേ സമ്പത്തും സന്തതിയും നേരെയാവും. അപ്പം നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു കണക്ഷൻ, ആ ഒരു ബ്ലോക്ക്, നമുക്ക് പിതൃക്കളുടെ വഴിയുള്ള ചില ബ്ലോക്കുകൾ നമുക്കുണ്ടാകുമ്പോൾ മുമ്പോട്ടുള്ള യാത്രയിൽ അത് തടസ്സമായി വരുമ്പോൾ, നമ്മുടെ സാമ്പത്തിക വിഷയങ്ങളെയും നമ്മുടെ സന്തതികളെയും ഒക്കെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ ശരിക്കും പിതൃവിഷയത്തിൻ്റെ പരിഹാരത്തിനായിട്ട് നമ്മൾ വരുമ്പം അത് പൂർണ്ണമാക്കാൻ, ആ അനുഗ്രഹകലകൾ പൂർണ്ണമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ആചാരങ്ങളെ നല്ല രീതിയിൽ പാലിക്കാൻ നോക്കണം. അപ്പോൾ ആദ്യം എവിടെയാണ് വരണ്ടേ? ആദ്യം തൃശ്ശേരി മഹാദേവ ക്ഷേത്രത്തിൽ വരണം. അവിടെ തൊഴുത് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് വേണം എങ്ങോട്ട് വരാൻ? തിരുനെല്ലി മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് വരാൻ. മഹാവിഷ്ണുവിനെ തൊഴുത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ്? പാപനാശിനിയിൽ വരും. പാപനാശിനിയിൽ വന്ന് ബലിയിട്ട ശേഷം ഇവിടെ വന്ന് ഈ ഗുണ്ടിക ക്ഷേത്രത്തിലും വന്ന് തൊഴുത ശേഷം നമ്മൾ വീണ്ടും തിരുനെല്ലി മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോയി തൊഴുത് പ്രാർത്ഥിച്ച് ഭഗവാനെ നമ്മൾ വഴിപാടുകളെല്ലാം കഴിച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം, നമ്മുടെ പിതൃദോഷങ്ങളെല്ലാം തീരണേന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് ഭഗവാന്റെ പാദങ്ങളെ സങ്കല്പിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പൊതുവെ പ്രചരിച്ച ഒരു കാര്യമാണ്, അച്ഛനും അമ്മയും മരിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബലിയിടേണ്ട കാര്യമില്ല എന്നുള്ളത്. അത് നിങ്ങൾ തിരുനെല്ലിയിലോ അല്ലെങ്കിൽ തിരുവല്ലത്തോ ഒക്കെ പോയാൽ അത് മനസ്സിലാവും. അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിലും നിങ്ങളുടെ 7 തലമുറകൾക്കായിക്കൊണ്ടാണ് ശ്രാദ്ധം ചെയ്യുന്നത്. അത് ഈ ജന്മത്തിലും പൂർവ്വജന്മത്തിലുമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ശാപതാപങ്ങൾ പിതൃക്കളുടെ വഴി നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനും കൂടുള്ള പ്രായശ്ചിത്തമായിട്ടാണ് ബലിയിടുന്നത്, ശ്രാദ്ധം ചെയ്യുന്നത്. അതുപോലെ തന്നെ വെറുതെ തെറ്റിദ്ധരിക്കരുത്. ആൾക്കാർ പറയും നിങ്ങൾ ഒരിക്കലും ബലിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടേണ്ട കാര്യമില്ല എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും ആധികാരികമായിട്ടുള്ള പ്രമാണങ്ങളിൽ പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ബലിയിടാം, നമ്മുടെ അമ്മാവന് ബലിയിടാം, അപ്പൂപ്പന് ബലിയിടാം, അമ്മുമ്മയ്ക്ക് ബലിയിടാം, അച്ഛൻ വഴിയുള്ളത് ബലിയിടാം, അമ്മ വഴിയുള്ളത് ബലിയിടാം. ആർക്കും, നിങ്ങൾക്ക് മനസ്സിനടുപ്പമുള്ള ആർക്കും, ഗുരുക്കന്മാർക്ക് വേണ്ടിയൊക്കെ നമുക്ക് ശ്രാദ്ധം കഴിക്കാം. ആർക്ക് വേണ്ടിയിട്ടോ അപ്പോൾ ശ്രാദ്ധം കഴിക്കാം. ഇപ്പം നമ്മൾ വൈദികപരമായിട്ടോ അല്ലെങ്കിൽ താന്ത്രികപരമായിട്ടുള്ളൊക്കെ സന്ധ്യാവന്ദനങ്ങൾ കഴിക്കുന്ന സമയത്ത് സാധകരായിട്ടുള്ളവർ ഡെയിലി ദേവന്മാർക്കും ഋഷിമാർക്കും പിതൃക്കൾക്കായിട്ടും അതുപോലെ തന്നെ പിതൃക്കളുടെയും ദേവന്മാരുടെയും ഋഷിമാരുടെയും ഗണങ്ങൾക്കായി കൊണ്ടും
ഡെയിലി 2 നേരവും തർപ്പണം നടത്തും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം കുഞ്ഞുനാൾ മുതലേ അത് ശീലിക്കുന്നതാണ്. അപ്പോൾ അവരുടെയൊക്കെ അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ നിത്യജീവിതത്തിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇതുപോലെ ഉള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഇത്രയും പുണ്യ സ്ഥലങ്ങളിൽ, ഒരുപാട് ചരിത്രം പറയാനുള്ള, ഒരുപാട് പുണ്യപുരുഷന്മാരുടെ പാതാരവിന്ദങ്ങൾ പതിച്ചിട്ടുള്ള ഈ സ്ഥലത്ത്, അതുപോലെ തന്നെ തിരുവല്ലത്തും, അതുപോലെ തന്നെ ഈ ഏറ്റത്ത് കിടക്കുന്ന തിരുനെല്ലിയിലും ഒക്കെ വന്ന് ശ്രാദ്ധം ആർക്കും ചെയ്യാം കേട്ടോ. ശ്രാദ്ധം ആർക്കും ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. ശ്രാദ്ധം ആർക്കും ചെയ്യാം. അച്ഛനമ്മമാർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ അപ്പൂപ്പൻ ആരാ മരിച്ചിട്ടുള്ളതോ, അമ്മൂമ്മയാണോ മരിച്ചിട്ടുള്ളത്, നിങ്ങളുടെ 7 തലമുറയിൽ മരിച്ചവർക്ക് വേണ്ടിയിട്ട് ശ്രാദ്ധം കഴിക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ശ്രാദ്ധം കഴിക്കാം. സുഹൃത്തുക്കൾ മരിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കഴിക്കാം. ഇതൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് ശ്രാദ്ധം കഴിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു തരുന്ന മന്ത്രം ശരിക്ക് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മനസ്സിലാവുകയും ചെയ്യും. അപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ, നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചാൽ ഉറപ്പായിട്ടും തിരുനെല്ലി വരുന്നതിൻ്റെ ഫലം നിങ്ങൾക്ക് ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം ഉറപ്പായിട്ടും ജീവിതത്തിൽ അനുഭവമായിട്ട് വന്നിരിക്കും. 100% ഉറപ്പാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. നമസ്കാരം.